ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് പുതിയ സെൻറ്റൻസുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ. ഗെറ്റ് ഇറ്റ് റിപ്പയേർഡ്. ഗെറ്റ് ഇറ്റ് റിപ്പയേർഡ്. എന്തെങ്കിലും സാധനങ്ങൾ കേടായി കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലേ, ഇത് ഒന്ന് നന്നാക്കൂ, ഒന്ന് നന്നാക്കി കൊണ്ടുവരൂ എന്നൊക്കെ. ഗെറ്റ് ഇറ്റ് റിപ്പയേർഡ്. ഇസേ മർമ്മത്ത് കർവാലോ. ഇസേ മർമ്മത്ത് കർവാലോ. റിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. മർമ്മത്ത് റിപ്പയർ, കർവാലോ ചെയ്യൂ. ഇസേ ഇത് നന്നാക്കൂ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇസേ മർമ്മത്ത് കർവാലോ. ഇസേ മർമ്മത്ത് കർവാലോ. ഗെറ്റ് ഇറ്റ് റിപ്പയേർഡ്. ഇസേ മർമ്മത്ത് കർവാലോ. ഇനി ഒരു എ സി അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകൾ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ TV ഇതൊക്കെ സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ പറയും. അത് ഗെറ്റ് ദിസ്. എ സി ആണെങ്കിൽ എ സി സർവീസ്ഡ്. ഗെറ്റ് ദിസ് എ സി സർവീസ്ഡ് അല്ലെങ്കിൽ ഗെറ്റ് ദിസ് TV സർവീസ്ഡ്. അങ്ങനെ എന്താണോ നമ്മൾക്ക് സർവീസ് ചെയ്യേണ്ടത് അത് നമ്മൾ പറയും. ഗെറ്റ് ദിസ് എ സി, ഗെറ്റ് ദിസ് TV, ഗെറ്റ് ദിസ് വാഷിംഗ് മെഷീൻ. അപ്പം ഏത് സാധനമായാലും ഗെറ്റ് ദിസ് എന്ന് കഴിഞ്ഞിട്ട് എന്താണോ അത് കഴിഞ്ഞ് സർവീസ്ഡ്. അപ്പം ഇസ് എ സിക്ക് സർവീസിങ് കർവായേ. ഇസ് എ സിക്ക് സർവീസിങ് കർവായേ അല്ലെങ്കിൽ ഇസ് TVക്ക് സർവീസിങ് കർവായേ. അപ്പം ഈ എ സി അല്ലെങ്കിൽ TV സർവീസ് ചെയ്യൂ, സർവീസ് ചെയ്തു തരൂ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. ഗെറ്റ് യുവർ ഫോൺ റിപ്പയേർഡ്. ഗെറ്റ് യുവർ ഫോൺ റിപ്പയേർഡ്. നിങ്ങളുടെ ഫോൺ ഒന്ന് നന്നാക്കൂ. നിങ്ങളുടെ ഫോൺ ഒന്ന് നന്നാക്കൂ എന്ന് എങ്ങനെ പറയാം? ഗെറ്റ് യുവർ ഫോൺ റിപ്പയേർഡ്. അപ്പന ഫോൺ ടേക്ക് കർവായേ. അപ്പന ഫോൺ ടേക്ക് കർവായേ. നിങ്ങളുടെ ഫോൺ നന്നാക്കൂ. അപ്പന അവരവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ തന്നെ. ടേക്ക് കർവായേ നന്നാക്കൂ. അപ്പന ഫോൺ ടേക്ക് കർവായേ. ഗെറ്റ് യുവർ ഫോൺ റിപ്പയേർഡ്. അപ്പന ഫോൺ ടേക്ക് കർവായേ. ഓക്കെ. നൗ ഇറ്റ്സ് മൈ ടേൺ. നൗ ഇറ്റ്സ് മൈ ടേൺ. ഇനി എൻ്റെ ഊഴമാണ്. ഇനി ഇതെൻ്റെ ഊഴമാണ്. നിൻ്റെ ഊഴം കഴിഞ്ഞു. ഇനി ഇതെൻ്റെ ഊഴമാണ് എന്ന് പറയുന്നത് എങ്ങനെ? അബ് മേരി ബാരി ഹേ. അബ് മേരി ബാരി ഹേ. അബ് ഇനി അല്ലെങ്കിൽ ഇപ്പോൾ. മേരി എൻ്റെ. ബാരി ഹേ ഊഴമാണ്, അവസരമാണ്. നൗ ഇറ്റ്സ് മൈ ടേൺ. അബ് മേരി ബാരി ഹേ. ഇനി എൻ്റെ ഊഴമാണ്, എൻ്റെ അവസരമാണ്. ഇറ്റ്സ് യുവർ ഇല്യൂഷൻ. ഇറ്റ്സ് യുവർ ഇല്യൂഷൻ. ചിലപ്പോൾ നമ്മൾ അയ്യോ അത് കണ്ടു ഇത് കണ്ടു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് ചോദിക്കും, നീ എന്താ ഭ്രാന്ത് പറയണ? നീ ഇത് എന്താ നീ ഇങ്ങനെ ഭ്രാന്തന്മാരുടെ പോലെ അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ? അതാണ് ഇറ്റ്സ് യുവർ ഇല്യൂഷൻ. അത് നിങ്ങളുടെ തോന്നലാണ് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ തോന്നലാണ്, മിഥ്യയാണ് എന്നൊക്കെ നമ്മൾ പറയൂലേ, അതിനാണ് ഇറ്റ്സ് യുവർ ഇല്യൂഷൻ. യ തുമാര ഭ്രമ ഹേ. യ തുമാര ഭ്രമ ഹേ. തോന്നലാണ്, ഭ്രമമാണ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. യഹ് ഇത്, തുമാര നിൻ്റെ തോന്നലാണ്, ഭ്രമ ഹേ. യ തുമാര ഭ്രമ ഹേ ഇത് നിൻ്റെ തോന്നലാണ്. യ തുമാര ഭ്രമ ഹേ. ലെറ്റ് മീ ഗോ ഫസ്റ്റ്.
ലെറ്റ് മീ ഗോ ഫസ്റ്റ്. ഞാൻ ആദ്യം പോകട്ടെ, അല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കൂ, ഫസ്റ്റ് ഞാൻ പോകട്ടെ എന്നൊക്കെ നമ്മൾ പറയൂലേ. പെഹലെ മുജെ ജാനേ ദോ. പെഹലെ ഫസ്റ്റ്, പെഹലെ എന്ന് പറഞ്ഞാൽ ആദ്യം, ഫസ്റ്റ്. മുജെ എന്നെ, ജാനേ ദോ പോകാൻ അനുവദിക്കൂ. ജാന പോവുക, ജാനേ ദോ പോകാൻ അനുവദിക്കൂ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പോകട്ടെ എന്നൊക്കെ പറയുന്നതിന് എല്ലാം ഇങ്ങനെ തന്നെ പറയാം. ലെറ്റ് മീ ഗോ ഫസ്റ്റ്. പെഹലെ മുജെ ജാനേ ദോ. പെഹലെ മുജെ ജാനേ ദോ. നിങ്ങൾ എന്നിട്ട് പോയാൽ മതി, ആദ്യം ഞാൻ പോകട്ടെ. പെഹലെ മുജെ ജാനേ ദോ. പെഹലെ മുജെ ജാനേ ദോ. ലെറ്റ് മീ ഗോ ഫസ്റ്റ്. ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. എനിക്കത് ശീലമാണ്, ഞാൻ ഇത് ശീലിച്ചു പോയി, ഇതെൻ്റെ ശീലമാണ്, ഞാൻ ശീലിച്ചു പോയി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. മുജെ ഇസ്കി ആദത്ത് ഹോ ഗയി ഹേ. മുജെ എനിക്ക്, ഇസ്കി ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ, ആദത്ത് ശീലം, ഹോ ഗയി ഹേ ശീലമായി കഴിഞ്ഞു, എൻ്റെ ഒരു സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്ത് അതെൻ്റെ ശീലമായി. ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. മുജെ എനിക്ക്, ഇസ്കി ഇത്, ആദത്ത് ഹോ ഗയി ഹേ ശീലമായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു ശീലമാണ്. മുജെ ഇസ്കി ആദത്ത് ഹോ ഗയി ഹേ. മുജെ എനിക്ക്, ഇസ്കി ഇത്, ആദത്ത് ഹോ ഗയി ഹേ ശീലമായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതെൻ്റെ ശീലമാണ്. ലേൺ ഇറ്റ് ഇൻ മൈൻഡ്. ലേൺ ഇറ്റ് ഇൻ മൈൻഡ്. അത് മനസ്സിൽ സൂക്ഷിക്കൂ, അല്ലെങ്കിൽ മനസ്സിൽ അത് പഠിക്കൂ, മനസ്സിൽ സൂക്ഷിക്കൂ എന്നൊക്കെ പറയുന്നതാണ്. ലേൺ ഇറ്റ് ഇൻ മൈൻഡ്. അവനെ മനസ്സിലാക്കി വെച്ചോ, അവന് മനസ്സിൽ ഇതെപ്പോഴും കിടന്നോട്ടെ. ഇങ്ങനൊരു കാര്യം മനസ്സിൽ കിടന്നാൽ മതി, അത് എപ്പോഴും അവനോടടുക്കുമ്പോൾ ഇത് മനസ്സിലുണ്ടായിരിക്കണം എന്നൊക്കെ നമ്മളോട് മുതിർന്നവർ പറയും. ലേൺ ഇറ്റ് ഇൻ മൈൻഡ്. മനസ്സിൽ സൂക്ഷിക്കൂ, പഠിക്കൂ എന്നൊക്കെയാണ്. ഇസേ മൻമേം സീഖോ. ഇസേ മൻമേ സീഖോ. ഇസേ ഇത്, മൻമേ മനസ്സിൽ, സീഖോ പഠിക്കൂ അല്ലെങ്കിൽ സൂക്ഷിക്കൂ. ഇസേ മൻമേ സീഖോ മനസ്സിൽ സൂക്ഷിച്ചോ. ഇസേ മൻമേ സീഖോ മനസ്സിൽ സൂക്ഷിക്കൂ അല്ലെങ്കിൽ മനസ്സിൽ പഠിക്കൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവരും മുഴുവനായിട്ട് കാണണം, പഠിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.